നമ്മൾ അന്ന് പൈസ കടം വാങ്ങുമ്പോൾ നമുക്ക് വീട്ടാൻ കഴിയുന്നത് മാത്രമേ നമ്മൾ കടം വാങ്ങാവൂ. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കൊക്കെ സാമ്പത്തികപരമായി ഒരു പരിധി ഉണ്ടാകും. ഒരു സംഖ്യ വാങ്ങുമ്പോൾ അതെനിക്ക് വീട്ടാൻ കഴിയും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകും. ആ ഒരു പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ നമ്മൾ കടം വാങ്ങാവൂ എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾ അവരുടെ പരിധി വിട്ടുകൊണ്ട് ഭീമമായ സംഖ്യകൾ കടം വാങ്ങും. എന്നിട്ട് അത് വീട്ടാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങുകയാണ്, എന്നിട്ട് ആ കടം വീട്ടാൻ അവന് ഉദ്ദേശമില്ല. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ അത് ഏറ്റവും വലിയ പാപങ്ങളിലാണ് ഉൾപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കടം വാങ്ങുന്നതിന് ഹറാമായ രീതികൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ വീട് വെക്കാൻ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ, വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ ധാരാളക്കണക്കിന് സംഖ്യ പലിശക്ക് കടം തരുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ഹറാമായ രീതികൾ കടം വാങ്ങുന്ന വിഷയത്തിൽ നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ അതിൽ നമുക്കൊരു ബർക്കത്തും ഉണ്ടാവുകയില്ല എന്ന്. അതാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. കടം വാങ്ങുന്ന വിഷയത്തിൽ പലിശ കലരാൻ പാടില്ല. കടം വാങ്ങുന്നത് പരിശുദ്ധ ഇസ്ലാം അനുവദനീയമാക്കി. നമ്മുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിൽ പോലും ഹറാമായ പലിശന്റെ ഇടപാടുകൾ വരാൻ പാടില്ല എന്ന്. നിങ്ങൾക്കറിയുമോ, നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്, അത് അടവിന് പലിശക്ക് തരാൻ ഒരുപാട് ആളുകൾ, സ്ഥാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, എനിക്കതിലൊരു ബർക്കത്ത് ലഭിക്കുന്നില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്കതിൽ ഉണ്ടാവുകയില്ല എന്ന് പല ആളുകളും പരാതി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, എല്ലാ മേഖലകളിലും ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ഹറാമ് കലരാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് മർമ്മപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പലിശയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന. കച്ചവടത്തെ അല്ലാഹു തആല അനുവദനീയമാക്കി, ഹലാലാക്കി, പലിശയെ നിഷിദ്ധമാക്കി. നമുക്ക് എത്ര വേണമെങ്കിലും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ പരിശുദ്ധ ഇസ്ലാം സമ്പാദിക്കുന്നതിന് പരിധി വച്ചിട്ടില്ല. എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് എന്ന്. ഇനി ഒരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയാൽ അതൊരു അമാനത്താണ്. പലപ്പോഴും ബന്ധങ്ങൾ വഷളാകുന്നത്, ഒരാളിൽ നിന്ന് ഒരു പൈസ കടം വാങ്ങി അത് അവധിക്ക് തിരിച്ചു കൊടുക്കാതെ അതിനങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ പല ബന്ധങ്ങളും വഷളാകാറുണ്ട്. കടം എന്ന് പറഞ്ഞാൽ നമ്മെ വിശ്വസിച്ച് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ നമ്മെ സഹായിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കടം കൊടുത്ത് തന്റെ സഹോദരനെ സഹായിക്കുന്നത് സ്വതക്കയുടെ ഗണത്തിലാണ് പെടുക എന്ന്. അത്രയേറെ പ്രതിഫലമുള്ള ഒരു കാര്യമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കടം കൊടുക്കുന്നതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് ചില ആളുകൾ
അത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിനങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളൊക്കെ കടം വാങ്ങി പോന്നിട്ട് പിന്നെ ആ വ്യക്തിയുടെ ഫോൺ എടുക്കാത്ത ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. കടബാധിതനായി ഒരാൾ മരണപ്പെട്ടാൽ ആ ബാധ്യത പൂർത്തിയാക്കുന്നത് വരെ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. ഈ ഹദീസിലൂടെ അദ്ദേഹം പറയുകയാണ്, തൂഫിയ റജുലുൻ മിന്ന, ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. അങ്ങനെ ഫഅസൽനാഹു, ഞങ്ങൾ അയാളെ കുളിപ്പിച്ചു. അതേപോലെ തന്നെ വകഫൈനാഹു, അയാളെ ഞങ്ങൾ കഫൻ ചെയ്തു. അങ്ങനെ നമസ്കാരത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് അതൈനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അലൈഹി ദൈനുൻ, ഈ മരിച്ച വ്യക്തിക്ക് വല്ല കടബാധ്യതയുമുണ്ടോ? മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ദീനാറാനി, പ്രവാചകരെ അയാൾക്ക് 2 ദീനാർ കടമുണ്ട്. 2 ദീനാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ സംഖ്യയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് നമസ്കാരത്തിനു വേണ്ടി നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ തയ്യാറായില്ല. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ സമയത്ത് ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിനക്കത് വീട്ടാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രവാചകരെ തീർച്ചയായും ഞാനത് വീട്ടിക്കൊള്ളാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു എന്നാണ്. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, ആ 2 ദീനാർ അദ്ദേഹത്തിന്റെ കടം നീ കൊടുത്തു വീട്ടിയോ എന്ന്. ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് കടം എന്നുള്ളത്. നമ്മളൊരു മയ്യത്തിനെ നമസ്കാരത്തിനു വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ മക്കളായ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ കടബാധ്യതകൾ ഏറ്റെടുത്തു എന്ന് സഭയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കും. പിന്നീട് അത് വീട്ടുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും മേലുള്ള ബാധ്യതയാണ് എന്ന് അത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കരാറ് പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവത്തിലൂടെ, ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, രക്തസാക്ഷികളായ മനുഷ്യർ, ഷഹീദായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗമാണ്. അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഗ്ഫറു ലിശ്ശഹീദി കുല്ല ദൻബിൻ, ഒരു ഷഹീദിന്റെ എല്ലാ പാപങ്ങളും അവന്റെ എല്ലാ ബാധ്യതകളും അള്ളാഹു തആല വീട്ടിക്കൊടുക്കും. ഇല്ല ദൈനിൻ, കടബാധ്യത ഒഴികെയെന്ന്. ഷഹീദിന് വരെ, രക്തസാക്ഷിക്ക് വരെ കടബാധ്യതയുണ്ട് എങ്കിൽ അത് വീട്ടണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ധാരാളക്കണക്കിന് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടാകും, നമസ്കരിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ നോമ്പ് നോറ്റ് ഒരുപാട് സ്വതക്കകൾ നൽകി ഒട്ടനവധി നന്മകളുമായി പരലോകത്ത് എത്തുന്ന ആളുകൾ, അവിടെ നമ്മുടെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കണമെങ്കിൽ കടബാധ്യത പൂർത്തിയായിരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. നഫ്സുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ അവന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ മുഅല്ലബിദൈനിൻ, കടവുമായി ബന്ധപ്പെട്ടിരിക്കും. ഹത്താ യുഖ്ളാ ബിഹി, ആ കടബാധ്യത വീട്ടുന്നത് വരെ എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നാം കഷ്ടപ്പെട്ട് നേടിയെടുത്ത കർമ്മങ്ങൾ വിചാരണക്കെടുക്കണമെങ്കിൽ
കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദുനിയാവിൽ നിന്ന് പൂർത്തിയായിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കടവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു രൂപ പോലും ആളുകൾക്ക് നമ്മൾ കടം വരുത്തി വെക്കാൻ പാടില്ല എന്ന് നമ്മൾ ഓരോ ദിവസവും ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി പല ആളുകളുമായി സമീപിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. നമ്മൾ സാമ്പത്തികമായി ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇടപഴകുമ്പോഴും ഒരു രൂപ പോലും മറ്റൊരാൾക്ക് കടം വരുത്തി നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല. ഒരു രൂപയാണെങ്കിലും അത് കടമാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹറാമായത് ഒന്നും, അത് കടമാകട്ടെ സമ്പത്താകട്ടെ ഏതൊക്കെ മുതലാകട്ടെ, ഹറാമായത് ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും. ചില ആളുകൾക്ക് നൽകിയതിനെ അല്ലാഹു തിരിച്ചെടുത്തു എന്ന് വരും. ചില ആളുകൾ സാമ്പത്തികപരമായി വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ്. ഉള്ള സമ്പാദ്യം കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ, ഉള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കച്ചവടം ചെയ്യുക, നമ്മുടെ ഉപജീവന മാർഗം നാം കണ്ടെത്തുക, അതിനുവേണ്ടി ജോലികൾ ചെയ്യുക. അങ്ങനെ ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചുകൊണ്ട് ആ രൂപത്തിൽ സമ്പാദിച്ച് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമ്പാദ്യങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ ബിസിനസ് പൊട്ടിയാൽ അല്ലെങ്കിൽ വളരെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ തന്നെ ആത്മഹത്യകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ, സ്വയം ജീവിതം അവസാനിപ്പിച്ചാൽ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാണ് എന്നാണ്. അവൻ നരകത്തിന്റെ അവകാശിയാണ്, കലാകാലം നരകത്തിലായിരിക്കും. അവന് മയ്യത്ത് നമസ്കാരമില്ല, ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന പോലും അവന് അവസാനമായി ഈ ഭൂമി ലോകത്തുനിന്ന് ലഭിക്കുകയില്ല. മാത്രമല്ല, എങ്ങനെയാണോ ഒരാൾ ആത്മഹത്യ ചെയ്തത് ആ രൂപത്തിൽ അവർ നരകത്തിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തരം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഭീമമായ സംഖ്യകൾ ഒരിക്കലും നമ്മൾ കടം വാങ്ങാൻ പാടില്ല. നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ലഭിക്കുന്നത് എന്താണോ ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കല്ല നാഥ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ എന്ന് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ മടിയില്ലാതിരിക്കാൻ വേണ്ടി, പിശുക്കില്ലാതിരിക്കാൻ വേണ്ടി, കടബാധ്യതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറയും. ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ബുഖലി വലൽഇ ദൈനി വഗലബതി റിജാലി. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, മനോവേദനയിൽ നിന്നും അതേപോലെ തന്നെ ദുഃഖത്തിൽ നിന്നും അലസതയിൽ നിന്നും പിശുക്കിൽ നിന്നും കടങ്ങൾ ജീവിതത്തിൽ അധികരിക്കുന്നതിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും
തന്റെ ജീവിതത്തിൽ ഒരാവശ്യമുണ്ടായാൽ ആളുകളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കൃത്യമായി കൊടുത്തു വീട്ടാനും അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ ജീവിതത്തിൽ പാലിക്കാനും സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. ഒരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയാൽ അത് കൃത്യസമയത്ത് ഒരവധിക്ക് തന്നെ അത് തിരിച്ചേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കടവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ച് വന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ വളരെ വലിയ ഒരു സൽക്രമം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയെ ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ പവിത്രമായ ഇസ്ലാമിലെ തന്നെ ഏറ്റവും വലിയ ഇബാദത്തായ ഹജ്ജിന്റെ മാസത്തിലേക്ക്, ദുൽഹിജ്ജ മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരാമർശിച്ചിരുന്നു, നമ്മളൊക്കെ ഉളുഹിയ്യത്തിനു വേണ്ടി തയ്യാറാകേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ബലിയർപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇബാദത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാളിന്റെ സുദിനത്തിൽ ആടിനെയും അതേപോലെ തന്നെ ഒട്ടകത്തിനെയൊക്കെ അറുത്തിരുന്നു എന്നാണ്. നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ഉരു, അത് അസുഖങ്ങളില്ലാത്ത രോഗമുക്തമായ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ഉരു ആയിരിക്കണം എന്നുള്ളത്. നല്ല ആരോഗ്യമുള്ള എല്ലാവിധ സദ്ഗുണങ്ങളുമുള്ള ഒരു മൃഗത്തെ അറുക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ ഒരു ഉരുവിൽ പങ്കാളിയായിക്കൊണ്ട്, ആടിൽ പങ്കാളിത്തമില്ല, അതേപോലെ തന്നെ മാട് ഒട്ടകത്തിലൊക്കെ 7 വരെ പങ്കാളികളാകാമെന്ന, 7-ൽ കൂടാൻ പാടില്ല. ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർ അവരുടെ തലമുടി, അതേപോലെ തന്നെ നഖം, മറ്റു രോമങ്ങളൊന്നും നീക്കാൻ ചെയ്യാൻ പാടില്ല. അത് സുന്നത്താണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ കഴിവുണ്ടായിട്ട്
അല്ലെങ്കിൽ ഒരു ഉരുവിൽ പങ്കാളിയാകാൻ ശേഷിയുള്ള ഒരാൾ അത് ചെയ്യാതിരിക്കുന്നതും, അങ്ങനെയുള്ള ആളുകൾ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നും ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബിയുടെ, അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ത്യാഗസ്മരണകളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊക്കെ ബലിയർപ്പിക്കുന്നത്. നോക്കൂ, ബലിയർപ്പിക്കുന്നത് പോലും, ഉളഹിയ്യത്ത് പോലും സംഘടിതമായിക്കൊണ്ട് നിർവഹിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളികളായി പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഇബാദത്തുകൾ എന്ന് വിശേഷിപ്പിച്ച ഹജ്ജിലും ഉളഹിയ്യത്ത് കർമ്മത്തിലും ബലികർമ്മത്തിലും പങ്കാളികളാകണം എന്ന് മുഴുവൻ സത്യവിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയം അതായിട്ടുണ്ട്. ആ സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ നമ്മളൊക്കെ പങ്കാളികളാവുക. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുക. കഴിവുണ്ടായിട്ട് നമ്മൾ അത്തരം ആരാധനകളിൽ പങ്കാളിയാകാതിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ തിന്മകളെയും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് തന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാവിധ സൽക്രമങ്ങളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, സുഹൃത്തുക്കളായ ആളുകൾ, അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നിശമനം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ സാമ്പത്തികപരമായി കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസത്തെ നീ ദൂരീകരിച്ചു കൊടുക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين محمد.